ഇപ്പം 5:30 മണിയായി. ജിം ചേട്ടന്റെയും ബിബി ചേട്ടന്റെയും കൂടെ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത് മീനാക്ഷി കുട്ടിയുടെ സ്കൂളിലാണ്. ഇവിടെ സ്കൂള് വരെ വന്നിട്ട് നമ്മൾ കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട മുതിർന്നവരല്ലേ, വെയിറ്റ് ചെയ്തവരാണ്, നമ്മൾ മുതിർന്നവരാണ്. നമ്മൾ മീനാക്ഷി കുട്ടിയുടെ വിവരങ്ങൾ ഇവിടുത്തെ HM-നോടും ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കണ്ടേ? ഉറപ്പായിട്ട് ചോദിക്കണം. ഇത് HM ആണ്, ഇവിടുത്തെ രമ ടീച്ചറാണ്. ടീച്ചർ തന്നെയല്ലേ ഞാൻ വിളിക്കണ്ടേ? രമ മാം. മീനാക്ഷിയെ പറ്റിയിട്ട് പറയൂ. മീനാക്ഷി ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാന താരമാണ്. അല്ല, ഇപ്പൊ ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ഒത്തിരി സപ്പോർട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് കൊടുക്കണം. കുറെ ക്ലാസ്സസ് മിസ്സാകും, എക്സ്ട്രാ ക്ലാസ്സസ്. അപ്പൊ അതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്ത് കൊടുക്കുന്നത്? ടീച്ചേഴ്സ് സഹായിക്കും, പിന്നെ കൂടെയുള്ള കുട്ടികളെ സഹായിക്കും, ഫ്രണ്ട്സൊക്കെ സഹായിക്കും. ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല മീനാക്ഷിയുടെ ഭയങ്കര ക്രൂഷ്യൽ സ്റ്റേജാണ്, ഇപ്പൊ അഭിനയിക്കാൻ പോകാൻ പറ്റില്ല? അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വിളിച്ച് ഉപദേശിക്കാറുണ്ടോ മീനാക്ഷി ഇങ്ങനൊന്നും പഠിച്ചാ പോരാ? ഇല്ല, ഒരിക്കലും അങ്ങനെ പറയാറില്ല, പ്രോത്സാഹിപ്പിക്കാറേ ഉള്ളൂ. ഇതുവരെ ഓഫീസിൽ വിളിപ്പിച്ചിട്ടില്ല? ഇല്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. നല്ല കുട്ടി മീനാക്ഷി തന്നെ ഇങ്ങോട്ട് വന്ന് കാണും. അപ്പൊ പൊതുവെ മീനാക്ഷി ഇവിടുത്തെ നല്ലൊരു കുട്ടിയാണ്. നല്ല കുട്ടിയാണ്. വഴക്കൊന്നും കേൾപ്പിക്കാറില്ല, അടിയൊന്നും മേടിക്കാറില്ല? ഇത് നേരത്തെ പറഞ്ഞു വെപ്പിച്ചിരുന്നല്ലേ കള്ളി പെണ്ണേ, ടീച്ചറിനോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന്? ഇല്ല. ഈ സ്കൂള് കാണുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഓർമ്മ വരുന്നില്ലേ? പിന്നല്ല, തീർച്ചയായിട്ടും. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് വീടിൻ്റെ അടുത്ത് തന്നെ ആഴകം ഗവൺമെന്റ് UP സ്കൂൾ 7ാം ക്ലാസ് വരെ. ജിമ്മോ? ഞാൻ പഠിച്ചത് അനിതാ വിദ്യാലയ. ഇത് മറ്റേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇംഗ്ലീഷ് വലിയ ടീമുകളാണ്, നമ്മൾ പാവപ്പെട്ട ഗവൺമെന്റ് സ്കൂൾ. ഈ ടീച്ചേഴ്സിനെ ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന ഫസ്റ്റ് ടീച്ചറിന്റെ പേര് പറയും. ഏത് സബ്ജക്ട്? കെമിസ്ട്രി. ഓർക്കാൻ കാരണം? എന്റെ മനസ്സിൽ കോരസാർ എന്ന് പറഞ്ഞിട്ടൊരു സാറാ വരാ. ഏത് സബ്ജക്റ്റാ? കോരസാർ അവിടുത്തെ പ്രധാന അധ്യാപകൻ അല്ലായിരുന്നു, പക്ഷെ പുള്ളിയാണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ. അങ്ങനെയായിരുന്നു. എന്തുകൊണ്ടാണ് കോരസാറിനെ ഓർക്കാൻ കാര്യം? സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഒരേ സമയം അത്രയും തന്നെ കമ്പനി ആയിരുന്നു ആള്. സാധാരണ ഏറ്റവും കൂടുതൽ അടി തരുന്ന സാറുമാരെയും ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ട് ഇരിക്കുന്ന സാറുമാരെയും നമ്മൾ ഓർത്തിരിക്കുന്നത്. അതെ, ഇത് രണ്ടും കൂടി ഒരു സാറായിരുന്നു പുള്ളി. അടി കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ. ചൂരല് വെച്ച്? ചൂരലില്ലെന്ന്, അന്ന് നമ്മള് കാപ്പിവടി കിട്ടിയിട്ട്. കാപ്പിവടി. അന്ന് കാപ്പിവടി കഴി. കാപ്പിവടി അടിയെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. ആ വടി ഞങ്ങൾ തന്നെ വെട്ടിക്കൊണ്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ന്യൂ ജനറേഷനിൽ ഞങ്ങൾക്കറിയില്ല ഈ ഓൾഡ് പീപ്പിൾസിനെ പറ്റിയിട്ട്. അപ്പോ ഇവിടുന്ന് നമ്മൾ പോകുന്നത് നെക്സ്റ്റ് സ്റ്റോപ്പ് മീനാക്ഷി കുട്ടിയുടെ വീടാണ്. അവിടെ ഒത്തിരി പേര് നമുക്ക് പരിചയപ്പെടാനുണ്ട് അല്ലേ? എത്ര മനോഹരമായ പാടം. ഇവിടെ പാടം കാണാനല്ലോ. ഇതാണ് പാടം. ഈ പാടം കാണുമ്പോ നിങ്ങക്ക് പാട്ട് പാടാൻ തോന്നില്ലേ? ഏത് പാട്ടാ? പാടം പാടാൻ വന്നു നീയും. ഓക്കെ, നമ്മൾ മീനാക്ഷി കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ മീനാക്ഷി കുട്ടിയുടെ വീട് ഇവിടെ ഒന്നും അല്ല കേട്ടോ. മീനാക്ഷി കുട്ടിയുടെ വീട് അവിടെ. മീനാക്ഷി കുട്ടി, ഞങ്ങളെ അകത്തേക്ക് വിളിക്കൂ, വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കൂ. സ്വാഗതം പറയൂ. സ്വാഗതം. വെൽക്കം ടു മൈ ഹൗസ്. താങ്ക് യു. ഇതാണ് മീനാക്ഷി കുട്ടിയുടെ വീട്. ഈ വീട് നിറയെ ഇതാ ഈ കാണുന്ന മുഴുവൻ മീനാക്ഷി കിട്ടിയ ഫലകങ്ങൾ, പതക്കങ്ങൾ, ട്രോഫികൾ, ആദ്യം മുതലേ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏതാണ്? ഒപ്പത്തിന്റെ. ലാലേട്ടന് ഇവിടെ കുറെ എണ്ണം. എത്ര ട്രോഫി ഉണ്ട്? നീ എണ്ണിട്ടുണ്ടോ എത്ര ഉണ്ടെന്ന്? ഇല്ല, എണ്ണണ്ടേ ഇതില്? അതെ, മീനാക്ഷി കുട്ടി വലിയ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത പ്രാവശ്യം ഇന്റർവ്യൂവിന് വിളിച്ചാൽ ചിലപ്പോ കിട്ടുമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടി വരും. അതിന് മാത്രം ട്രോഫികളാണ് ഇവിടെ ഉള്ളത്. അവിടെ ഇരിക്കുന്ന വലിയ ട്രോഫി എന്താ? ഇത് എനിക്ക് 2016 ഫിലിം അവാർഡ്സ്. നിങ്ങൾ വേണമെങ്കിൽ ഫീൽ അറ്റ് ഹോം അവിടെ. താങ്ക് യു. അപ്പൊ മീനാക്ഷി കുട്ടി ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെ? ഇവിടെ അച്ഛൻ, അമ്മ, ഞാന്, അനിയൻ, പിന്നെ ഒരു അമ്മൂമ്മ.
അപ്പൊ ആദ്യം ആരെയാ വിളിക്കുന്നേ? ആദ്യം ആരാ വിളിക്കണ്ടേ? നമുക്ക് സീനിയോറിറ്റിയിൽ നിന്ന് തുടങ്ങാം. ആയിക്കോട്ടെ. അമ്മൂമ്മ വിളിക്കാം. ആ അമ്മൂമ്മ ഇവിടെ. അമ്മൂമ്മേ ഓടി വരൂ അമ്മൂമ്മേ. യെസ് അമ്മൂമ്മ ഞങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മള് ഫ്രണ്ട്സാ. ഇരുന്നോ നിങ്ങൾ ഇരിക്കൂ. അമ്മൂമ്മേ മീനാക്ഷി കുട്ടിയെ പറ്റിട്ട് പറയേ. മീനാക്ഷിയെ പറ്റിട്ട് അമ്മൂമ്മയല്ലേ പറയണേ? മീനാക്ഷി കുസൃതിയാണോ വീട്ടില്? അല്ല അല്ല വലിയ കുട്ടിയാണ്. എല്ലാ സിനിമയുടെ സെറ്റിലും അമ്മൂമ്മയല്ലേ പോകുന്ന കൂടെ? ഷൂട്ടിംഗ് ഒക്കെ കണ്ടു പഠിച്ചോ? പഠിച്ചു, കുഴപ്പമില്ല. ഇപ്പൊ സ്റ്റാർട്ട് ആക്ഷൻ എന്നൊക്കെ പറയും. നമുക്ക് ഇനി ഒരു സിനിമ ചെയ്താലോ? അമ്മൂമ്മ ആരും അഭിനയിക്കാൻ വിളിച്ചില്ല ഇതുവരെ? അമ്മൂമ്മ ആനമയിലട്ടത്തിലുണ്ട്, ഒപ്പത്തിൽ ചെയ്തിട്ടുണ്ട്, ഒപ്പത്തിൽ ലാസ്റ്റ് സീനിലുണ്ട്, പിന്നെ 1000 എന്ന് പറഞ്ഞ മൂവിയിലുണ്ട്, അമർ അക്ബറിലുണ്ട്. ഈ നിൽക്കുന്നത് വലിയ നടിയാണ്. ഇതൊരു വലിയ നടിയാണ്. നമ്മൾ ആരും അറിയാത്ത ഒരു നടി. ഇതാണ് ഇവിടുത്തെ ശരിക്കുള്ള സ്റ്റാർ, മീനാക്ഷി കുട്ടിയുടെ അച്ഛൻ. ഞാനാണോ സ്റ്റാർ? മീനാക്ഷി അല്ലേ വലിയ? അയ്യോ, അച്ഛനോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മീനാക്ഷി കുട്ടി ഒന്നും അല്ല, അച്ഛനാണ് ഇവിടുത്തെ എല്ലാം. മീനാക്ഷി കുട്ടിയുടെ സിനിമകളെ പറ്റിയിട്ടും മീനാക്ഷി കുട്ടിയുടെ റോളിനെ പറ്റിയിട്ടും ഒക്കെ അച്ഛൻ പറയും, കേൾക്കട്ടെ. മീനാക്ഷി കുട്ടിയുടെ റോളെന്ന് പറഞ്ഞാൽ ഗംഭീരമാക്കി എന്നുള്ള കാര്യം അറിയാലോ. അതെ, മീനാക്ഷി കുട്ടിയെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അച്ഛനാണ് കേട്ടോ. അത് തോന്നുന്നു അവളുടെ സ്വന്തം കഴിവോട് തന്നെ കയറി വന്നതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തില് അച്ഛനാണോ കഴിവുള്ളത് അതോ അമ്മയ്ക്കാണോ കഴിവുള്ളത്? ആരുടെ കഴിവാണ് മീനാക്ഷി കുട്ടിക്ക് കിട്ടിയത്? മീനാക്ഷി ആദ്യമായിട്ട് ക്യാമറ കൊണ്ടുവരുന്നത് ചേട്ടനാണ്. മധുരം നമ്പർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലും. അപ്പൊ ആ ആള്, ഞാനിപ്പോ ഞങ്ങളുടെ കഴിവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ എന്നെ തന്നെ പൊക്കി പറയും. ബുദ്ധിമുട്ടുണ്ട്. ആൾക്ക് കൈമാറും. ആളതിൽ മറുപടി പറയട്ടെ. ശരി, എങ്കിൽ ചേട്ടാ വരും. ചേട്ടൻ വരും. ചേട്ടനാണ് നമ്മുടെ മീനാക്ഷി കുട്ടിയുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. അതൊക്കെ ഒരു വലിയ പോസ്റ്റ്. എങ്ങനെയാണ് മീനാക്ഷി കുട്ടിയുടെ ഉള്ളിലെ ആ കലാകാരിയെ കണ്ടുപിടിച്ചത്? അത് സത്യം പറഞ്ഞാൽ മീനാക്ഷി നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾ, കാണാൻ ക്യൂട്ടായിട്ട് ഒരാളെന്നുള്ള രീതിയിൽ മാത്രമേ ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ട് അവളെ ഫസ്റ്റ് ഷോട്ട് വെച്ചപ്പോൾ തന്നെ നമുക്കറിയാം. കാരണം അവളന്ന് തീരെ കുട്ടിയാണ്. അപ്പോൾ അന്ന് തന്നെ നമുക്കറിയായിരുന്നു ഇതൊരു ഇത്രയൊക്കെ പ്രതീക്ഷിച്ചോ? ഇല്ല, അയ്യോ ഇല്ല, സത്യം പറയും ഇത്ര പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ട് മീനാക്ഷി കുട്ടിയുടെ മുഖത്ത് ഫ്രെയിം വെച്ചത് അഖിലാണോ? അതെ. അഖിലേ, ആ ഫ്രെയിം എന്റെ മുഖത്തോട്. ഓക്കെ, അപ്പൊ ഇനിയും Cloud9 നിങ്ങളെ പിടിച്ചോണ്ട് ഞാൻ പോവാ കേട്ടോ. പോകട്ടെ? സന്തോഷം. അങ്ങനെ രാവിലെ എത്ര മണിക്ക് നമ്മൾ തുടങ്ങിയത്? 10 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞു. 10 മണിക്ക് തുടങ്ങി. അതെ, 10:30 തുടങ്ങിയതാണ്. ഇതുവരെ ഒരു നാരങ്ങാ വെള്ളം പോലും ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടില്ല. പക്ഷെ അവസാനം പക്ഷെ നാരങ്ങ വെള്ളം എനിക്ക് ഈ ചേട്ടന്മാർ മേടിച്ചു തന്നു, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നത്തെ ഫുൾ ഡേ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇനിയും കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങേണ്ടി വരും. ഇനിയും കഴിച്ചില്ലെങ്കിൽ ഞാനില്ല, അടുത്ത ഷോയ്ക്ക് ഞാനില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. എവിടെ ഓർഡർ? ബേബിക്ക് ക്ഷീണമല്ല, ബേബിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ. നീ കഴിക്കണ്ട, ബേബി ചേട്ടൻ കഴിക്കണ്ട കേട്ടോ. എന്താ ഉള്ളത് ചേട്ടാ? എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറയണോ? ഞാൻ ചിരിച്ചെന്ന് അറിയോ? കപ്പ ബിരിയാണി, ചേട്ടൻ പറയുമ്പോ തന്നെ വാങ്ങിട്ട് വെള്ളം വരും. എന്തൊക്കെ പറഞ്ഞോ? പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, കപ്പ ബിരിയാണി. അല്ല, എനിക്ക് ചപ്പാത്തി മീൻ കറി. ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യാത്തൊരു വിഷയമുണ്ട്. ബിബി ചേട്ടൻ കല്യാണം കഴിച്ചതാണ്, ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ. ബിബി ചേട്ടന്റെ വൈഫിനെ പറ്റി പറയൂ. വൈഫിന്റെ പേര് ബിനിത. ലവ് മാരേജ് ആയിരുന്നു. പറഞ്ഞപ്പോഴത്തേക്ക് നാളെ വന്നു. ബിനിത ചേച്ചിക്ക് വേണ്ടിട്ട് എത്ര പാട്ട് കമ്പോസ് ചെയ്തു? ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു 4-5 പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടാവും. കണ്ടു പഠിക്ക് ചിന്തിച്ചേട്ടാ. ഓ നിങ്ങൾ രണ്ടുപേരും കമ്പോസ് ചെയ്ത് രണ്ടുപേരും ഭാര്യമാർക്ക് കൊടുത്തു? അങ്ങനെയല്ല, ഞങ്ങള് ഒരുമിച്ചിരുന്ന് കമ്പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് കൊടുത്തിട്ടുണ്ട്. ഓർക്കസ്ട്രൽ സംഭവം. ഇതാണ് പറയുന്നത്, കെട്ടുകയാണെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കെട്ടണം. എന്നിട്ട്
എനിക്കൊരു കുട്ടി 3.5 വയസ്സ് കഴിഞ്ഞു. ഹന്ന എന്നാണ് പേര്, ഞങ്ങൾ കിങ്ങിണി എന്ന് വിളിക്കും. പിന്നെ അപ്പച്ചൻ, അമ്മ, ചേട്ടൻ്റെ വൈഫ്, 2 പെൺകുട്ടികൾ. അങ്ങനെ അതാണ് എൻ്റെ ഫാമിലി. വൈഫ് വർക്കിംഗ് ആണ്, ഒരു നേഴ്സസ് റിക്രൂട്ടിംഗ് ഏജൻസിയിൽ വർക്കിംഗ് ആണ്. അപ്പം ചേച്ചി തന്നിട്ട് കുക്ക് ചെയ്യോ? ചേച്ചി ഒരുപാട് കുക്ക് ചെയ്യേണ്ടി വരാറില്ല വീട്ടിൽ, അമ്മ ഉള്ളതുകൊണ്ട്. പക്ഷേ ചെയ്യണമെന്ന് വൃത്തിയായിട്ട് ചെയ്യും. എന്താ ചേച്ചിയുടെ സ്പെഷ്യാലിറ്റി എന്താ? ചേച്ചിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മുട്ടയും വെണ്ടയ്ക്കയും മിക്സ് ചെയ്തിട്ടൊരു കറിയുണ്ട്. മുട്ട വെണ്ടയ്ക്ക കറി? ആ, ഒരു പ്രത്യേക മിക്സ് ആണത്. പിന്നെ തക്കാളിയും ചെമ്മീനും വെച്ചിട്ട് സംഭവം, അത് രണ്ടാണ് സ്പെഷ്യൽ. ഈ വളരെ തെറ്റായ ഒരു കാര്യമാണ്. ചോദിച്ചിട്ടല്ലോ പറഞ്ഞേ, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമല്ലോ. തീർച്ചയായിട്ടും. ഹന്നക്കുട്ടിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം? ഹന്നക്കുട്ടി പാട്ട് പാടും? അത്യാവശ്യം പാടും, ഡാൻസ് ചെയ്യും. റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കുറെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഫോണിൽ കേട്ടോ, സ്റ്റുഡിയോയിലൊന്നും റെക്കോർഡ് ചെയ്യാറായിട്ടില്ല, 3 വയസ്സല്ലായിട്ടുള്ളൂ. നമുക്ക് അടുത്തൊരു മിനിങ്ങും മിന്നാ പാടാനൊക്കെ ഉള്ള നോക്കാം. പിന്നല്ലേ. അല്ല, ഞാൻ നിങ്ങളുടെ ഭാവി പരിപാടികളൊന്നും ചോദിച്ചില്ലല്ലോ. എന്താ ഭാവി പരിപാടികൾ? ഭാവി പരിപാടി ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ ഡയറക്ടേഴ്സും ഓരോ സിനിമ വെച്ച് വളർന്നു വരുന്ന കുഞ്ഞു മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ഇവർക്ക് ഒത്തിരി ചാൻസസ് കൊടുക്കണം എന്ന് പറയാനുള്ള ഒരു കെൽപ്പ് എനിക്കില്ല. കാരണം ഇവരിപ്പോ സത്യത്തിൽ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയി. ഒപ്പം എന്ന് പറയുന്ന ഹിറ്റ് ഫിലിമിലെ ഹിറ്റ് പാട്ടുകൾ ഇങ്ങനെ എല്ലാവരുടെയും നാവിൻ തുമ്പത്തെ ചുണ്ടിൽ കൂടി ഇങ്ങനെ ഒഴുകി അനർഗളം വമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, അതെ, ഞാൻ അങ്ങനെ പറയുന്നില്ല, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്നത് പോലെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു കാര്യം പറയാം. പ്രിയൻ സാർ ഞങ്ങളടുത്ത് സിനിമ അവിടെ പടം ഇറങ്ങിയിട്ട് അന്ന് വൈകുന്നേരം സാറ് കണ്ടപ്പോൾ പറഞ്ഞു, ഇനിയാണ് നിങ്ങളുടെ യഥാർത്ഥ കഷ്ടകാലം. സാറ് ഞങ്ങളടുത്ത് പറഞ്ഞ കാര്യം. അപ്പൊ അത്രയും കൊടുക്കണം. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് എല്ലാവരും സപ്പോർട്ടും പ്രയാസവും എപ്പോഴും വേണം. അല്ല, അത് മാത്രല്ല, ഈ പടത്തിൽ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയ സാറ് സെലക്ട് ചെയ്ത പാട്ടുകൾ, അത് സാറിന്റെ ജഡ്ജ്മെന്റ് ആണ്, നമ്മുടെ മാത്രം കാര്യമല്ല. നമ്മൾ 5 ട്യൂൺ കൂടുതൽ സാർ ഈ ട്യൂൺ തന്നെ സെലക്ട് ചെയ്തത് സാറിന്റെ ജഡ്ജ്മെന്റ് ആണ്. എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സോങ് പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ. ചിലപ്പോൾ പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്ന ട്യൂൺ ആയിരിക്കില്ല വേറെ ഡയറക്ടർ സെലക്ട് ചെയ്യണം. ഈ പ്രിൻസ് സാർ പാടില്ല. സാറിന്റെ അടുത്ത് ഞങ്ങൾ ഈ ഒപ്പത്തില് നമ്മുടെ കവിത പാടാൻ പറഞ്ഞിരുന്നു. സാറിന്റെ അടുത്ത് ഞങ്ങൾ സാറിന്റെ വോയിസ് പാടാണെങ്കിൽ ബിക്കോസ് സാറിന്റെ വോയിസ് ഭയങ്കര ഡെപ്താ. സാറ് വെറുതെ അത് കവിത ഓഫീസിൽ വന്നപ്പോൾ റെക്കോർഡിങ്ങിന്റെ സമയത്ത് പറഞ്ഞു കൊടുക്കണ കേട്ടിട്ട് അതിന്റെ ഡെപ്ത് കേട്ടിട്ട് ഞങ്ങൾ സാറിന് സജസ്റ്റ് ചെയ്തു. സാറ് തന്നെ പാടാണെങ്കിൽ നന്നായിരിക്കും, ശരിക്കും നന്നാവും. പക്ഷെ അപ്പോഴേക്കും അത് നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിരുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറാണ് പാടിയത്. അപ്പോൾ പിന്നെ അങ്ങനെ അത്ര ലെജൻഡറി ഒരാൾ പാടിയത് പിന്നെ നമ്മൾ മാറ്റി പാടിക്കുന്നത് അതും ശരിയല്ലല്ലോ. പക്ഷെ എന്നാലും ചുമ്മാ സൈഡിൽ കൂടെ ഒരെണ്ണം പ്രിയൻ സാറിന്റെ വോയിസ് ചെയ്യാറുണ്ട്. ഞാൻ ചോദിച്ചു, സാറ് എനിക്ക് നാണം വന്നത്. അയ്യോ, പ്രിയൻ സാറിന് നാണം വരുന്നത് കാണാനുള്ള സാറ് ശരിയല്ല. സാറ് ചിരിച്ചിട്ട് ശരിയാവില്ല, അത് ഇപ്പോഴും ഓർക്കേണ്ടത് സാറിനോട് ചോദിച്ചത്. ഇത് സാറിന്റെ വോയിസ് അത്രയും ഗംഭീരമാണ്, ഭയങ്കര ഡെപ്ത്. സാറിന്റെ വോയിസ് ബേസ് എലമെന്റ് ഭയങ്കര ഹെവിയാണ്. ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ ഫിലിമിന്റെ ഡയറക്ടർ അടുത്ത പടം. അത് ഓൾറെഡി നമ്മൾ അത് സത്യം പറഞ്ഞാൽ ഒപ്പത്തിന് മുമ്പേ കമ്മിറ്റ് ചെയ്ത പടമാണ്. സോങ്സ് ഓൾറെഡി കമ്പോസ്ഡ് ആണ്, അതൊക്കെ അപ്രൂവൽ ആയിരിക്കുന്ന സോങ്. പടം ഓണായാൽ മാത്രം മതി. പിന്നെ ഉള്ള ഫസ്റ്റ് ഡയറക്ടർ നിങ്ങളോട് പറഞ്ഞു, മക്കളെ സാഞ്ചേട്ടൻ പറഞ്ഞിരുന്നു. സാഞ്ചേട്ടൻ പറഞ്ഞാൽ സാഞ്ചേട്ടൻ നിങ്ങളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ട്, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലിൽ എത്താൻ പറ്റും. എപ്പോഴും ഞങ്ങളിപ്പോഴാണെങ്കിലും ഏത് പാട്ട് ചെയ്താലും ആദ്യം പുള്ളീനെ കേൾപ്പിക്കുക. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ളൊരു ഡയറക്ടറാണ്. പുള്ളി കറക്റ്റ് പറയും, ഇത് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായെന്ന് പറയും, ഇല്ലെങ്കിൽ പോരാ എന്ന് പറയും. ഇതിൽ നമ്മളിപ്പോൾ പുതിയ ചെയ്യാൻ പോണ പടത്തിലെ പാട്ടിലാണെങ്കിലും അധികം കറക്ഷൻസ് ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഫസ്റ്റ് ട്യൂൺസ് തന്നെ സെലക്ട് ചെയ്തു. ഇനി ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ നോക്കിയിരിക്കണ്ട. വേണമെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടോളൂ. കഴിക്കാണ്ട് നിവർത്തിയില്ല, ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. വേറെ ഒന്നുമില്ല, ഇതിൽ കൂടുതൽ ഒരു സംസാരവും ഇല്ല. അപ്പോൾ ഒപ്പത്തിനോടൊപ്പം നമ്മളിപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇനി ഇവരുടെ വളർച്ച നമ്മളിങ്ങനെ കണ്ടോണ്ടേയിരിക്കുക. ഇവരുടെ വളർച്ച, എന്നിട്ട് ഇവരുടെ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുക, ആസ്വദിക്കുക. ഇവരെ കാണാനും സംസാരിക്കാനും അറിയാനും ഒക്കെ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്, നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് സന്തോഷമില്ലേ കുട്ടികളെ? തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കാനുള്ള സമയമാണ് ഇപ്പം. സന്തോഷം പങ്കുവെച്ചോളൂ, എന്നിട്ട് നമുക്ക് സന്തോഷം ഫുഡ് കിട്ടിയിട്ടുണ്ട്.
ഈ ഫുഡ് ഇപ്പൊ എങ്ങനെ ഞങ്ങൾക്ക് മേടിച്ചു തന്നത്. ഈ എപ്പിസോഡിന് മുഴുവൻ ഗുണവും പോയില്ലേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും? എപ്പിസോഡ് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടേ ഏറ്റവും സന്തോഷം ഭക്ഷണം കഴിച്ചതാണ്. സത്യം നമ്മൾ എപ്പോഴും തുറന്നു പറയണല്ലോ. അപ്പൊ ഒരു ദിവസം മുഴുവൻ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തത്, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞത്, ഒരുമിച്ച് പാടിയത്, ഒരുമിച്ച് നടന്നത്, ഇരുന്നത്, ഡ്രൈവ് ചെയ്ത് എല്ലാം മറന്നോ? ഇല്ല, കരയില്ല. ഞാൻ കരയുന്നതിന് മുമ്പ് നമ്മൾ ഇന്നത്തെ ഇത് പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ. പയ്യെ പറഞ്ഞിട്ട് നിർത്താല്ലേ. അതെ അതെ, നമ്മുടെ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നേരത്തെ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, പ്രിയൻ സാറ് ഞങ്ങളടുത്ത് പറഞ്ഞു ഇനിയാണ് നിങ്ങളുടെ കഷ്ടകാലം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് കഷ്ടകാലം സാർ ഉദ്ദേശിച്ചത് ഇനിയും നല്ല നല്ല പാട്ടുകൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യും. സോ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങൾക്ക് തന്ന ഈ സപ്പോർട്ട്, അതുപോലെ നിങ്ങളുടെ പ്രേയേഴ്സ് എല്ലാം ഇന്നും എന്നും ഇനി വരുന്ന പടങ്ങളിലും ഞങ്ങൾക്ക് തന്നെ, അതുപോലെ നിങ്ങൾ പ്രത്യേകം ഞങ്ങൾ ഓർക്കുക. എന്നാലാണ് ഞങ്ങളെ എനർജി. ഇനി വരുന്ന എല്ലാ പ്രോജക്ട്സും അതിപ്പോൾ നല്ല പാട്ടല്ലെങ്കിൽ അത് വിമർശിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. സജഷൻസ് ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. നന്നായിട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാം ഇവർ പറഞ്ഞ പോലെ ഇനി അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ടാറ്റ.